ഹായ് ഫ്രണ്ട്സ്, വായോ പെട്ടെന്ന് നമുക്കൊരു തക്കാളി ചട്നി ചെയ്യാം. അതിനുവേണ്ടി ഞാൻ കടായി അടുപ്പത്ത് വെച്ചു, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്യുവാണ്. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ 2 തക്കാളി കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് പിന്നെ കുറച്ച് മസാലകളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ ആദ്യം കരിവേപ്പില ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എല്ലാം ചേർത്ത് അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത് ആറിയതിന് ശേഷം അത് അരച്ചെടുക്കുക. ഈ സമയം നമുക്കൊന്ന് താളിപ്പ് റെഡിയാക്കാനുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു, അരച്ച മസാലയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കുക. അപ്പോൾ നല്ല അടിപൊളി ചട്നി റെഡിയായി. ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം.